ഹായ് ഗൈസ്, എല്ലാവർക്കും AK വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ PSD ഫയൽസ്, ഫോട്ടോഷോപ്പ് വർക്ക് ഫയൽസ് കൂട്ടിച്ചേർത്ത് എങ്ങനെ ഒരു സിംഗിൾ PDF ആക്കി മാറ്റാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ബ്രോഷർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ലീഫ്ലെറ്റ് ചെയ്യുമ്പോഴോ ഒക്കെ ഒന്നോ അതിലധികമോ പേജ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പേജസ് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരൊറ്റ വർക്ക് ഫയലായിട്ട് ഒറ്റ PDF ആയിട്ട് എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫോട്ടോഷോപ്പിൽ ഫയൽസ് ഓപ്പൺ ആക്കി അതിൽ ഓട്ടോമേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിന്ന് നമ്മൾ PDF പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഒക്കെ കാണാൻ സാധിക്കുക. അതിനകത്ത് നമ്മൾ ബ്രൗസ് ചെയ്തിട്ട് നമ്മൾ ഏത് വർക്ക് ഫയലാണോ സേവ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ഇതിലേക്ക് ഓപ്പൺ ആക്കി എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന 2 വർക്ക് ഫയലാണ് ഇവിടെ ഓപ്പൺ ആക്കാൻ പോകുന്നത്. സെലക്ട് ആക്കിയിട്ട് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ അത് ഈ ഒരു ചെക്ക് ബോക്സിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഇനി നമ്മളത് സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് നമുക്ക് എന്താണ് വർക്ക് ഫയലിൻ്റെ പേര് അല്ലെങ്കിൽ PDF-ന് കൊടുക്കേണ്ട നെയിം എന്താണ് അത് കൊടുത്ത് നമ്മൾ അതിൻ്റെ പേര് കൊടുത്ത് നമ്മളത് സേവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ബോക്സ് വരും. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ PDF സെറ്റിങ്സിനകത്ത് മാറ്റങ്ങളൊക്കെ വരുത്താം. നിങ്ങൾ പ്രിൻറ്റിങ്ങിനാണ് എടുക്കണമെങ്കിൽ പ്രസ് ക്വാളിറ്റി വേണമെങ്കിൽ കൊടുക്കാം. അല്ലാത്ത പക്ഷം അല്ലാതെ എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ നോർമലായിട്ടുള്ള PDF ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് വേറൊന്നും മരുന്നില്ല, അങ്ങനെ തന്നെ സേവ് ചെയ്യാൻ പോകും. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത 2 ഫയൽസ് ഇങ്ങനെ ഓപ്പണായി ക്ലോസ് ആയി പോകുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അത് അങ്ങനെ ലോഡായതിനു ശേഷം നമ്മൾ ഈ ഫയൽ സേവ് ആയിട്ടുണ്ട്, നമുക്കത് ഓപ്പൺ ആക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. നമ്മൾ ആ ഫയൽ സേവ് ചെയ്ത് ഓപ്പൺ ആക്കുവാണ്. ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ടാണ് ഈ കാണുന്നത്. അതിൻ്റെ ഔട്ട് നല്ല ക്വാളിറ്റി തന്നെ നമുക്കതിൻ്റെ ഔട്ട് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലാണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ PSD ഫയൽസ് മെർജ് ചെയ്ത് ഒറ്റൊരു PDF ആക്കി എടുക്കാൻ സാധിച്ചു. ഇതുപോലത്തുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനി തുടർന്ന് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.